നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 23-ാം തീയതി 1201 ആണ്ട് ധനുമാസം 8-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രം രാവിലെ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ശുഭനക്ഷത്രമാണ് തിരുവോണമെങ്കിലും ഇന്ന് ചൊവ്വാഴ്ചയാണ്. ചൊവ്വ ശുഭഗ്രഹമല്ല, ശുഭദിനമല്ല. ഓരോ ദിവസം ഓരോ ഗ്രഹങ്ങൾക്ക് വീതിച്ചു കൊടുത്തിരിക്കുകയാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം നവഗ്രഹങ്ങൾ ഉണ്ട് എങ്കിൽ രാഹുകേതുക്കൾക്ക് സ്വന്തമായി സ്ഥാനമില്ല. 7 ഗ്രഹങ്ങളേ ഉള്ളൂ. ആ 7 പേർക്കായിട്ടാണ് 7 ദിവസവും കൊടുത്തിരിക്കുന്നത്. ഗ്രഹങ്ങളുടെ പേരിലാണ് 7 ദിവസവും അറിയപ്പെടുന്നത്. അതിൽ ചൊവ്വയുടെ ദിവസമാണ് ഇന്ന്. ചൊവ്വ എന്ന് പറയുന്ന പാപഗ്രഹമാണ്, ശക്തി പാപഗ്രഹമാണ് ചൊവ്വ. ചൊവ്വയ്ക്കുള്ള കുറച്ച് ക്വാളിറ്റി എന്ന് പറയുന്നത് ശത്രുക്കളെ ഉണ്ടാക്കും, ആക്സിഡൻറ്റ് വരുത്തും, തീപ്പൊള്ളലേൽപ്പിക്കും, മുറിവ് ചതവ് ഒക്കെ വരുത്തും. ഇതൊക്കെ വരുത്താനുള്ള ശക്തിയുള്ള ഗ്രഹമാണ് ചൊവ്വ എന്നതുകൊണ്ട് ചൊവ്വയുടെ ദിവസമായ ഇന്ന് നമ്മൾ ഓരോ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഓരോ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം മേലുദ്യോഗസ്ഥർ സംസാരിക്കുന്നിടത്ത് കാരണം ശത്രുക്കളുണ്ടാവും. അതുപോലെ കീഴുദ്യോഗസ്ഥരോട് മേലുദ്യോഗസ്ഥൻ സംസാരിക്കുമ്പോഴും സൂക്ഷിക്കണം. കാരണം അവർക്ക് അതൃപ്തി ഉണ്ടാവാം. അതുപോലെ വണ്ടി ഓടിക്കുന്നിടത്ത് പ്രത്യേകിച്ച് വാഹനം കൈകാര്യം ചെയ്ത് ജീവിക്കുന്നവർ, അതായത് ഡ്രൈവർമാർ ഒക്കെ ആയിട്ടുള്ളവർ കൂടുതലായിട്ട് സൂക്ഷിക്കണം. അതുപോലെ അഗ്നിയുമായി ബന്ധപ്പെട്ട് മെഷീനറിയിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, അല്ലെങ്കിൽ കിച്ചൺ യൂസ് ചെയ്ത് ജീവിക്കുന്നവരാവട്ടെ, നമ്മൾ വളരെ സൂക്ഷിക്കണം. അഗ്നിഭയം ഉണ്ടാവാം. ഇതിനെല്ലാം ഇത് ഒരു ദിവസത്തെ കാര്യമാണ്. ഒരു ദിവസം നമ്മൾ സൂക്ഷിച്ചാൽ മതി. രാവിലെ നമ്മൾ 6 മണിക്ക് നിങ്ങളെ വിളിച്ചുണർത്തി നിങ്ങൾക്ക് കൊള്ളൂല എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് എന്ന് ചിന്തിക്കരുത്. സൂക്ഷിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ പോകുന്ന വഴി ഗട്ടർ റോഡാണെന്ന് അറിഞ്ഞാൽ ആ ഗട്ടർ റോഡിൽ നമ്മൾ സൂക്ഷിച്ച് വണ്ടി ഓട്ടിക്കും. അതുപോലെ മുന്നറിയിപ്പാണ്. അതുപോലെ ശരിക്കും ധനുമാസത്തിലെ ആയില്യ തിരുവോണം നക്ഷത്രം ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. തിരുവോണ നക്ഷത്രക്കാർക്ക് വാർഷിക ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ സൂക്ഷിക്കണം. കാരണം തീപ്പൊള്ളലേക്കാം, അതുപോലെ ആക്സിഡൻറ്റ് വരാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് ക്രയവിക്രയങ്ങളിൽ ഇടപെടുമ്പോൾ വളരെ സൂക്ഷിച്ചായിരിക്കണം. പലതരത്തിൽ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തും. ഇതൊക്കെ വരുത്തുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് ഈ പീരീഡ്. അപ്പോൾ ഇതിനെ നമുക്ക് അതിജീവിച്ച് കൊണ്ടുപോകണം. അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് ചൊവ്വയുടെ ദേവത എന്ന് പറയുന്ന സുബ്രഹ്മണ്യ സ്വാമിയാണ്. മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. ഇപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തി കൊണ്ടുപോകണം. അപ്പോൾ മുരുക പ്രീതി കൊണ്ട് ഈ ദോഷത്തെ അതിജീവിച്ച് പോകാൻ സാധിക്കും. അതിനു വേണ്ടി ഒരു സുബ്രഹ്മണ്യ യന്ത്രം, മുരുക യന്ത്രം മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയായിട്ടോ, എല്ലാവർക്കും ദേഹരക്ഷയൊക്കെ കെട്ടിക്കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പോൾ പേഴ്സിൽ വയ്ക്കുകയോ ബാഗിൽ സൂക്ഷിക്കുകയോ നമ്മളെ കൂടെ ഉണ്ടാവണം. ഒന്നും വരാതെ സംരക്ഷിക്കാൻ വേണ്ടി കയ്യിൽ കരുതുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആക്സിഡൻ്റൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് സൂക്ഷിച്ച് വേണം വാഹനയാത്രയൊക്കെ ചെയ്യാൻ. ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുകാലം. രാഹുകാലം സമയം നോക്കി യാത്ര തിരിക്കണം. രാഹുകാല സമയം വരുന്നത് 3:15 തൊട്ട് 4:41 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ 4:30 തീരുവില്ല, 4:41 വരെ ഉണ്ട്. 3:30 ശരിക്കും 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യില്ല, 3:15 രാഹുകാലം തുടങ്ങുള്ളൂ. രാഹുകാല സമയം ശുഭയാത്രയ്ക്ക് എടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളിക കാലസമയവും യമകണ്ഠ കാലസമയവും.
അതിൽ ഇന്നും ഗുളികൻ്റെ ബന്ധം പറഞ്ഞ സമയം ജാതക പ്രകാരം ഇന്നത്തെ ദിവസപ്രകാരം 12:24 തൊട്ട് 1:49 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9:32 തൊട്ട് 10:58 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. ഇന്നത്തെ ദിവസം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ മാത്രം, ഒഴിയാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. ഇന്ന് നമുക്ക് അഭിജിത്തിൻ്റെ സമയം വരുന്നത്, അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12 മണി മുതൽ 12:48 വരെ. 48 മിനിറ്റ് നേരം ഉള്ളതിൽ 4 മിനിറ്റ് നേരം, സെൻട്രലിൽ വരുന്ന 4 മിനിറ്റ് നേരം നമുക്കൊരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതായത് 12:22 തൊട്ട് 12:26 വരെ. ബാക്കി സമയം നമുക്ക് ശുഭകാര്യത്തിന് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴാവട്ടെ നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. റെഡ് മിക്സ് ആയിട്ടുള്ളതോ റെഡ് കളറോ ആയിട്ടുള്ള വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ചൊവ്വയുടെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് വരാനും നെഗറ്റീവിനെ നിർമ്മാർജ്ജനം ചെയ്യാനും വസ്ത്രധാരണം സഹായിക്കും. കളറിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.